ഇന്ററാക്റ്റീവ് സെഷനാണ് ഉദ്ദേശിക്കുന്നത്, റേഡിയോ പോലെയുള്ള ഒരു കൺസെപ്റ്റ് അല്ല. അക്ഷിത കേൾക്കാം? അക്ഷിത പറഞ്ഞോളൂ. ആറ്റം എന്ന് വെച്ചാൽ ഒരു സബ്സ്റ്റൻസിന്റെ ഏറ്റവും സിംപ്ലർ ഫോം. അതെ, അതായത് ഏതൊരു മാറ്റർ ആണെങ്കിലും ആ മാറ്ററിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആറ്റം എന്ന് പറയുന്നത്. അപ്പം അത് തന്നെ എഴുതിക്കോ. ഫസ്റ്റ് ടോപ്പിക്ക്, ഫസ്റ്റ് സെന്റൻസ്, ആറ്റം ഈസ്. നമ്മളിപ്പോൾ കെമിസ്ട്രി പരമായിട്ടാണ് പഠിക്കുന്നത് കൊണ്ട് നമ്മൾ എലമെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും ആറ്റം പറയുക. അപ്പം ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെന്റ്. ഒരു എലമെന്റിന്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് ആറ്റം എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം ഒരു സ്വർണ്ണ ബിസ്ക്കറ്റ് നമ്മുടെ കിട്ടിയെന്ന് വിചാരിച്ചു. ഇതൊന്നും വരയ്ക്കണ്ട, ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുകയാണ്. ഒരു സ്വർണ്ണ ബിസ്ക്കറ്റ് എനിക്ക് കിട്ടി. ഈ സ്വർണ്ണ ബിസ്ക്കറ്റിനെ ലോജിക്കലി തിങ്ക് ചെയ്യണേ. ഞാൻ സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ എനിക്ക് കുറേ ഗോൾഡ് ആറ്റംസ് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഈ കുറേ ഗോൾഡ് ആറ്റങ്ങൾ ഇങ്ങനെ ചേർന്നാണ് ശരിക്കും ഈ ഗോൾഡ് ബിസ്ക്കറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എല്ലാം. എൻ്റെ കയ്യിലിരിക്കുന്ന പേന PVC ആണ്, പോളിവീനൈൽ ക്ലോറൈഡ്. അപ്പം ഇത് അതേപോലെ തന്നെ കുറേ ആറ്റങ്ങൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടതാണിത്. എൻ്റെ കയ്യിലിരിക്കുന്ന പവർ ബാങ്ക്, ഇതും ഈ പറഞ്ഞ പോലെ തന്നെ പോളിവീനൈൽ ക്ലോറൈഡ് ആണ് ഇതിൻ്റെ കേസ്. പിന്നെ ഇതിനകത്ത് സ്റ്റീലുണ്ട്, ഇതിനകത്ത് കോപ്പറുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. നിങ്ങൾ ഇപ്പം നിങ്ങൾ ഒരു ചെയറിൽ ഇരുന്നായിരിക്കും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ആ ചെയറും പോളിവീനൈൽ ക്ലോറൈഡാണ്. അതും ഈ പറഞ്ഞ ക്ലോറിന് കാർബൺ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അതിൻ്റെ എല്ലാ മാറ്റങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കപ്പെട്ട ഒരു സംഭവമാണ് കസേര. നിങ്ങളുടെ ടേബിള് അതേപോലെ തന്നെ നിങ്ങൾ ചുറ്റുവട്ടത്ത് നിങ്ങൾ എന്തൊക്കെ കാണുന്നോ അതെല്ലാം ആറ്റങ്ങൾ അടുക്കി വെച്ചുണ്ടാക്കുന്നതാണ്. നമ്മളൊരു വീടുണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. നമ്മൾ ഇപ്പം ഇങ്ങനൊരു വീടുണ്ടാക്കി എടുക്കുകയാണ്. ഇങ്ങനൊരു വീടുണ്ടാക്കി എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ അടിത്തറ ഇടും അല്ലേ. ഇത് അടിത്തറ ഇട്ടിട്ട് നമ്മൾ ആദ്യം ഒരു കല്ല് വെക്കും, ഒരു സിമെൻറ്റ് ബ്ലോക്ക് വെക്കും, ആണോ? ആ അടുത്ത സിമെൻറ്റ് ബ്ലോക്ക് വെക്കും, അല്ലെങ്കിൽ ഇഷ്ടിക, അടുത്ത സിമെൻറ്റ് ബ്ലോക്ക് വെക്കും, അടുത്ത സിമെൻറ്റ് ബ്ലോക്ക്. അങ്ങനെ ഒരു ലെയറിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ സിമെൻറ്റ് ബ്ലോക്ക് വെച്ചാണ് അടുത്തത് എന്ത് ചെയ്യുന്നത്. അദ്വൈതാണോ ഇപ്പൊ കയറിയ? അദ്വൈത് ആണ് സാറേ. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ബിൽഡിംഗ് പണിയണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കട്ടകൾ എന്ത് ചെയ്യണം, ഇങ്ങനെ അടുക്കി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, വീണ്ടും അതിന്റെ മണ്ടയ്ക്ക് അടുത്ത ലെയർ വെക്കുന്നു, അതിന്റെ മണ്ടയ്ക്ക് അടുത്ത ലെയർ വെക്കുന്നു. അങ്ങനെ അടുത്ത ലെയർ വെച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഈ വീടുണ്ടാക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വീടിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ബിൽഡിംഗ് ബ്ലോക്കുകളാണ്, ആണല്ലോ. അതുപോലെ തന്നെ ഒരു എലമെന്റിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ആറ്റം ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ആറ്റത്തിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ആറ്റത്തിനെ നമ്മൾ, അതായത് നമ്മളിപ്പം ഒരു എലമെന്റിനെ ഗോൾഡ് ബിസ്ക്കറ്റ് എടുത്തിട്ട് ഗോൾഡ് ബിസ്ക്കറ്റിനെ സൂം ചെയ്തപ്പോഴാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം എനിക്ക് കാണാൻ പറ്റിയത്, ഇല്ലേ, ആറ്റങ്ങളെ. ഇനി ഞാൻ ഇതിനകത്തും ഒരു സിംഗിൾ ആറ്റം എടുക്കുകയാണ്. ഇതിനകത്തു നിന്ന് രണ്ട് ഈ ആറ്റത്തിനെ ഇവിടെ ഒന്ന് അടർത്തി എടുത്തു എന്ന് നിങ്ങളങ്ങ് ചിന്തിച്ചോ. അങ്ങനെയൊന്നും ലോജിക്കലി പറ്റത്തില്ലെങ്കിലും നിങ്ങൾ പഠിക്കാൻ ആവശ്യമായിട്ട് അങ്ങനെ എടുത്തു എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഞാൻ എടുത്തു. എന്നിട്ട് ഇതിനെ പറ്റി ഞാൻ പഠിക്കാൻ പോവാം. അപ്പം ഇതിനെ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ന്യൂക്ലിയസ് കാണും, അതേപോലെ തന്നെ ഇലക്ട്രോൺസ് കാണും, പ്രോട്ടോൺസ് കാണും, അതേപോലെ ന്യൂട്രോൺസ് കാണും. ഇതെല്ലാം ഈ ആറ്റത്തിനകത്തുള്ള ആൾക്കാരാണ്. അതായത് ഇപ്പം വീടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ് അവിടുത്തെ കട്ട, അല്ലേ, സിമെന്റ് ബ്ലോക്ക് എന്ന് പറയും. ആ സിമെന്റ് ബ്ലോക്കിനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സിമെന്റ് ബ്ലോക്കിനകത്ത് എന്തൊക്കെ കാണും? അൻവിന്റെ അഭിപ്രായത്തിൽ എന്തൊക്കെ കാണും? അൻവിൻ കേൾക്കാമോ? ഹലോ സാറേ, കേൾക്കാം. സിമെന്റ് ബ്ലോക്ക്, സിമെന്റ് കട്ട എങ്ങനെയൊക്കെ എന്തൊക്കെ കാണും അതിനകത്ത്? ചെറിയ ചെറിയ ആറ്റംസ് ചേർന്ന് സിമെന്റ് ഉണ്ടാവും. അതല്ലടാ, സിമെന്റ് ബ്ലോക്സിനകത്ത് നിനക്ക് സിമെന്റ് ബ്ലോക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തൊക്കെ കാണാൻ പറ്റും? സിമെന്റ് ബ്ലോക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ചെറിയ പൊടി. പൊടി, അതായത് പാറപ്പൊടിയാണ്, ആണോ? പാറപ്പൊടി ഉണ്ട്, സിമെന്റിന്റെ പൊടിയുണ്ട്, പിന്നെ അതിനകത്ത് ചെറിയ ചിപ്സ് ഉണ്ട്, മറ്റേ ആ മെറ്റലിന്റെ ചെറിയ ചെറിയ ചീളുകൾ വെച്ചിട്ടാണ് സിമെന്റ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്, ഇല്ലേ? പിന്നെ വെള്ളം, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ശരിക്കും ഒരു സിമെന്റ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെയാണ് ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആറ്റം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതും ഇതും റിലേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് എക്സാമ്പിൾ പറഞ്ഞത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? അൻമീന് മനസ്സിലായോ?
മനസ്സിലായി. അർച്ചിത ഓക്കെ ആണോ? ഓക്കെ. അർച്ചിത ഓക്കെയാണ്. ശ്രേയക്ക് മനസ്സിലാവുന്നുണ്ടോ? ശ്രേയ ഓക്കെ. ആരവ് ഓക്കെ ആണോ? ആരവ് ഓക്കെ സാർ. അൻകിതിന് മനസ്സിലായോടാ? അൻകിത് ഓക്കെ സാർ. അദ്വൈത് മനസ്സിലായി സാർ. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ഒരു പോയിന്റ് നിങ്ങൾ എഴുതി, രണ്ടാമത്തെ പോയിന്റ് എഴുതിക്കോളൂ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ്. അതിനൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതായത് ആറ്റത്തിന്റെ പടം ഞാൻ വരച്ച് കാണിക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് around which negatively charged particle revolves in fixed path called orbit or shell. അപ്പോൾ ഞാൻ ആ ആറ്റത്തിനെ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളൂ. ആറ്റത്തിനെ ഞാൻ സൂം ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് ആയിരിക്കും. ഇത് അതിൻ്റെ ന്യൂക്ലിയസ് ആണ്. അതിൻ്റെ വെളിയിൽ കുറേ വളയങ്ങൾ എനിക്ക് കാണാൻ പറ്റും. ഇങ്ങനെ, അതായത് ഇത് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ കുറേ വളയങ്ങൾ എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ വളയങ്ങളിൽ കുറേ ആൾക്കാർ ഓടി നടക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. വട്ടത്തിൽ ഓടി നടക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഞാൻ വീണ്ടും ഇതിനെ സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചുമന്നത് ന്യൂക്ലിയസ് ആണ്. ആ ന്യൂക്ലിയസിനെയും സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ എന്ന് പറയുന്ന ആൾക്കാർ അതിന് പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ന്യൂട്രോൺ എന്ന് പറയുന്ന ആൾ, അവന് ചാർജ് ഒന്നുമില്ല, നോ ചാർജാണ്. ഇലക്ട്രോണിന് എന്താണ്? നെഗറ്റീവ് ചാർജാണ്. അപ്പം നമ്മൾ ആറ്റം എന്താണെന്ന് പഠിച്ചു. ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിനുമുള്ള ആരെയും സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ ആറ്റങ്ങൾ അടുക്കി വെച്ചിട്ടാണ് അവരുണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഇനിയും ആ ആറ്റത്തിനെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആരെ കാണാൻ പറ്റും? ന്യൂക്ലിയസിന് ചുറ്റിനും കുറേ ആൾക്കാർ ഇങ്ങനെ ഓടി നടക്കുന്ന കാണാൻ പറ്റും. ആ ഓടി നടക്കുന്ന ആളിനെ ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നു. അതിന് നെഗറ്റീവ് ചാർജാണ്. അതേപോലെ തന്നെ ന്യൂക്ലിയസിനെ സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ ഉള്ളിലായിട്ട് പ്രോട്ടോണും ന്യൂട്രോണിനെയും കാണാൻ പറ്റും. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജ് ഒന്നുമില്ല. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ അവിടെ കാണണം, നിങ്ങളുടെ ബുക്കിനകത്ത് കാണണം. ഇത് വരയ്ക്കുന്ന സമയത്ത് കോമ്പസ് ഇട്ടൊന്നും വരയ്ക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ചുമ്മാ ഒരു വട്ടം വരച്ചിട്ട് റഫായിട്ട് ഈ പടം ഒന്ന് വരച്ചെടുത്താൽ മതി. അല്ല കോമ്പസ് ഒന്നും എടുക്കാൻ പോയിട്ട് സമയം കളയണ്ട. ഇതൊന്നും അല്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, ഇതൊക്കെ കെമിസ്ട്രിയുടെ ബേസിക്സ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ബാക്കിയുള്ള എല്ലാം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇത് പഠിപ്പിക്കുന്നത്. എഴുതി കഴിഞ്ഞോ കുഞ്ഞുങ്ങളെ? ശ്രേയ എഴുതിയോ? ശ്രേയ എഴുതി. ഓക്കെ. അദ്വൈത് എഴുതിയോടാ? അദ്വൈത് എഴുതി സാർ. ഓക്കെ, ബാക്കിയുള്ള എല്ലാം എഴുതി. അക്ഷിത എഴുതിയോ? അക്ഷിത എഴുതി. ഓക്കെ, ഇനിയും നമ്മൾ ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ, അതായത് ആറ്റത്തിന്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ എന്നാണ് പറയുന്നത്. സബ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഉള്ളിൽ. നമ്മളിപ്പോൾ സബ് ഹെഡിങ് എന്നൊക്കെ പറയത്തില്ലേ? ഒരു ഹെഡിങ് എഴുതിയിട്ട് അതിന്റെ സബ് ഹെഡിങ് എന്ന് പറയുന്ന പോലെ തന്നെ ആറ്റത്തിന്റെ ഉള്ളിലുള്ള പാർട്ടിക്കിളിനെ നമ്മൾ ശരിക്കും പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ മാത്രമല്ല കേട്ടോ ആറ്റത്തിന്റെ ഉള്ളിലുള്ളത്. നമുക്ക് പഠിക്കാനുള്ളതിൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ഇവർ 3 എണ്ണമാണ്. ഇനിയും ഇതിനകത്ത് ഒരു ഡിഗ്രി ലെവലൊക്കെ വരുന്ന സമയത്ത്, അല്ലെ ഒരു എഞ്ചിനീയറിംഗ് ലെവലൊക്കെ വരുന്ന സമയത്ത് ഇതിനകത്ത് ഒത്തിരി പൈ മേസോൺസ്, ക്വാക്സ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും സബായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അടുത്ത ഹെഡിങ് എഴുതേണ്ടത്
സബ് ആറ്റോമിക് പാർട്ടിക്കിൾ, സബ് ആറ്റോമിക് പാർട്ടിക്കിൾ, സബ് ആറ്റോമിക് പാർട്ടിക്കിൾ. എന്നിട്ട് അതിനകത്ത് ഒന്നെന്ന് എഴുതേണ്ടത് പ്രോട്ടോൺ. അത് ഡിസ്കവർ ചെയ്ത ആരാന്നും കൂടെ ഒന്ന് എഴുതിയാൽ, ഇതൊക്കെ 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്, എന്നാലും ഞാനൊന്ന് ബ്രഷപ്പ് ചെയ്യാണ്. ഡിസ്കവേർഡ് ബൈ റുത്തർഫോർഡ്, ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. എന്നിട്ട് അവരെ പറ്റി എഴുതേണ്ടത് ഒരു ഡോട്ട് ഇട്ട് എഴുതുക. നമ്മൾ ഈ ഡോട്ട് ഇട്ടായിരിക്കും നമ്മുടെ നോട്ട്സ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. കാരണം ആ പോയിന്റ് വൈസായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനും ഓർത്തു വെക്കാനും പറ്റും അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കേട്ടോ. അപ്പോൾ ദേ ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ, പ്രോട്ടോണിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ പി ഓർ എച്ച് പ്ലസ് ആയിട്ടും നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.672 ഇൻറ്റു 10⁻⁻27 kg ആയിരിക്കും. CBSE ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത്. ഇവന്മാർ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും നമുക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. സ്കൂളിൽ ഒന്നും പഠിപ്പിക്കത്തില്ല. സ്കൂളിൽ ഈ മാസം ഒന്നും പഠിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. ചില സ്കൂളിൽ പഠിപ്പിക്കും, ചില സ്കൂളിൽ പഠിപ്പിക്കത്തില്ല. നിങ്ങൾ എന്തായാലും ഓർത്ത് വെച്ചേക്കുക. ഇതിൻ്റെ ചാർജ്, പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് 1.6 ഇൻറ്റു 10⁻⁻19 കൂളംബ് എന്നായിരിക്കും പറയുന്നത്. സി എന്ന് എഴുതുന്നത്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളംബാണ്. നമ്മൾ ഈ കിലോഗ്രാം, അതേപോലെ തന്നെ ജൂള് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓരോന്നിൻ്റെ യൂണിറ്റ് ഇല്ലേ. അതുപോലെ തന്നെ ഈ ചാർജിൻ്റെ യൂണിറ്റിനെയാണ് നമ്മൾ കൂളംബ് എന്ന് പറയുന്നത്. അപ്പോൾ സി എന്താണെന്നുള്ളത് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ സൈഡിലോട്ട് എഴുതി ഇട്ടേക്കണം. സി എന്ന് പറയുന്നത് കൂളംബ്. നമ്മൾ ഓൾറെഡി പഠിക്കും, നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാനുണ്ട്, അതിനകത്ത് പഠിക്കും. രണ്ടാമത്തെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്, ഡിസ്കവേർഡ് ബൈ, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ ആണ്. JJ തോംസൺ. അതും ഈ പറഞ്ഞ പോലെ തന്നെ അവരെ പറ്റിയും ഡോട്ട് ഇട്ടിട്ട് എഴുതാം. അവർ അറിയാം, നമുക്ക് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ദേ ആർ നെഗറ്റീവ്ലി ചാർജ്. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഞാനിങ്ങനെ പോസിറ്റീവ്ലി ചാർജിന് ഇങ്ങനെയും നെഗറ്റീവ്ലി ചാർജ് ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്. നിങ്ങൾ എഴുതുമ്പം ആ പോസിറ്റീവ്ലി ഇങ്ങനെ എഴുതല് തെറ്റാണ്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ എഴുതുക, നെഗറ്റീവ്ലി ചാർജ്. ഇനി ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ ഇ. ഇങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിന് മാസ് ഉണ്ട്, 9.1 ഇൻറ്റു 10⁻⁻31 kg ആണ് അതിൻ്റെ മാസ്. അതേപോലെ തന്നെ അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1.6 ആണ്. -1.6 ഇൻറ്റു 10⁻⁻19 കൂളംബ്. നേരത്തേത് പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് 1.6 ആണെങ്കിൽ ഇത് നെഗറ്റീവ് 1.6, ബാക്കിയുള്ള എല്ലാം സെയിം ആണ്. മൂന്നാമത്തേത് നമ്മൾ ന്യൂട്രോണിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സബ് ആറ്റോമിക് പാർട്ടിക്കിളിൽ മൂന്നാമൻ ന്യൂട്രോൺ ശരിക്കും ഡിസ്കവർ ചെയ്യുന്നത് ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. ഡിസ്കവേർഡ് ബൈ ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോണിനെ പറ്റി പറയുകയാണെങ്കിൽ ന്യൂട്രോണിന് ചാർജ് ഒന്നുമില്ല, ന്യൂട്രൽ പാർട്ടിക്കിൾ ആണ്. ന്യൂട്രൽ മീൻസ് നോ ചാർജ് എന്നാണ് അർത്ഥം, കേട്ടോ. അപ്പം ദേ ആർ ന്യൂട്രൽ പാർട്ടിക്കിൾ. that is they have no charge.
അതേപോലെ തന്നെ അതിൻ്റെ സിമ്പൽ, അതായത് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഒന്നെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്നെങ്കിൽ n എന്ന് എഴുതാം സിംപ്ലി, അല്ലെങ്കിൽ n എന്നിട്ടിട്ട് മോളിൽ ഒരു 0 എന്ന് എഴുതാം. അതിൻ്റെ ചാർജ് 0 എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതുന്നത്. ഈ n എന്നങ്ങ് പഠിച്ചാൽ മതി. ഇതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇനിയും CBSE ബോർഡ് എക്സാം വരുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയൊക്കെ അവർ ചോദിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തരുന്നതേ ഉള്ളൂ. ഇത്രയും പഠിപ്പിച്ചതിനകത്ത് ക്ലിയർ അല്ലാത്തത്, എഴുതിയതിനകത്ത് ക്ലിയർ അല്ലാത്ത എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ക്ലിയർ അല്ലാത്ത എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. അക്ഷിത ഓക്കെ ആണോ? അക്ഷിത ഓക്കെ ശ്രേയ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ബാക്കിയുള്ള അൻവിനൊക്കെ ഓക്കെ ആണോ? അൻവിൻ, അൻകിത്ത്, അദ്വൈത്, ഓക്കെ സാർ. ഓക്കെ. അർച്ചിതയൊക്കെ ഓക്കെ ആണോ? ഓക്കെ. എല്ലാവരും ഇവിടെ കാണണം കേട്ടോ, വേറെ ശ്രദ്ധകളോ ഒന്നും പാടില്ല. എല്ലാവരും ഇവിടെ തന്നെ കാണണം. നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. അപ്പം എല്ലാവരുടെയും ശ്രദ്ധ ഇവിടെ തന്നെ കാണണം. ഇതിനിടയ്ക്ക് വേറെ പരിപാടിക്കൊന്നും പോകരുത്. ഓക്കെ. ഞാൻ ക്വസ്റ്റ്യൻ ഇടയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ടാവും. എംപോസിഷൻ തരുവാണെങ്കിൽ 1500 എണ്ണമേ മിനിമം ഞാൻ തരുള്ളൂ. അത് എഴുതി എനിക്ക് മസ്റ്റായിട്ട് അയച്ചു തരണം. ഞാൻ പേരൻറ്റിനെ വിളിക്കും. അപ്പം അതിലും ഭേദം നിങ്ങളിവിടെ ശ്രദ്ധിച്ച് ഇവിടെ ഇരിക്കുന്നതാണ്. ഓക്കെ. അപ്പം നോക്കിയോ, അടുത്തത് റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ എലമെൻറ്റ്. ഒരു എലമെൻറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ എലമെൻറ്റ്, അല്ലെ റെപ്രസെൻറ്റേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് കൊടുത്താൽ മതി. എലമെൻറ്റ്സ് ഹെഡിങ് കൊടുക്കുക. ഇപ്പം ഒരു എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? എക്സ്, എ, ഇസഡ് ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരു എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ സോഡിയം ആണെങ്കിൽ എൻ എന്ന് പറയും, ക്ലോറിനാണ് Cl എന്ന് പറയും. ഇങ്ങനെയല്ല, അതിൻ്റെ കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇപ്പം നമ്മളൊരു കാര്യം പറയാം. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടെ ഒരു 400-450 പിള്ളേർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബാച്ചിൽ തന്നെ ഒരു 40 പേര് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ 40 പേരിൽ ഇപ്പം അൻകിത്ത് എന്ന് പറയുന്ന പേരുള്ള ഒരു 5 പേരുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ അൻകിത്തെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 പേര് എണീക്കത്തില്ലേ? ഉറപ്പായിട്ടും എണീക്കും ഇല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വ്യക്തമായിട്ട് ഇപ്പം അൻകിത്ത് അവരുടെ ഇനിഷ്യൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഇനിഷ്യൽ ചേർത്തായിരിക്കും അവരെ നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ അവരെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എലമെൻറ്റിനെ നമുക്ക് വേണമെങ്കിൽ നോർമലി ഇപ്പം അൻകിത്തെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അൻകിത്ത് 5 അൻകിത്ത് ഉണ്ടെങ്കിൽ 5 അൻകിത്ത് നോക്കും. മനസ്സിലായോ? അപ്പം അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ഇതിനൊരു സിസ്റ്റമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിക്ക് തന്നെ അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ട രീതി. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല, എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്ത് പഠിക്കാം. ഇതിനകത്ത് എ എന്ന് പറയുന്നത് മാസ് നമ്പറാണ്. മാസ് നമ്പർ അതിനെ ആറ്റോമിക് മാസ് എന്നും പറയും. ആറ്റോമിക് മാസ് എന്നും പറയും. അതേപോലെ ഇസഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ്. എക്സ് എന്ന് പറയുന്നത് ആ സിമ്പൽ ഓഫ് എലമെൻ്റ് ആണ്. അത് ചിലപ്പോൾ അതിൻ്റെ പേരിൻ്റെ ഫസ്റ്റ് 2 ലെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ലാറ്റിൻ നെയിമോ ഗ്രീക്ക് നെയിമോ ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അതിനെ നമ്മൾ സിമ്പലൈസ് ചെയ്യുന്നത്. അപ്പം ഇത് സിമ്പൽ ഓഫ് എലമെൻ്റ്. ഇനി ഈ മാസ് നമ്പർ എന്താ, അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ എന്താ, അതാണ് പറയാൻ പോകുന്നത്. അതിനെ താഴെയായിട്ട് ഒരു ലൈനിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് മാസ് നമ്പർ എന്ന് എഴുതുക. ഈ മാസ് നമ്പർ എ ആണ്, ആറ്റോമിക് നമ്പർ ഇസഡും. ആറ്റോമിക് നമ്പറിൻ്റെ ഫസ്റ്റ് ലെറ്റർ എ എന്ന് പറഞ്ഞിട്ട് മറ്റേ സിമ്പൽ എ എന്ന് പറഞ്ഞ് എഴുതി വെക്കല്ലേ. സിമ്പൽ എ എന്നുള്ളത് മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്നതും ഇസഡ് എന്ന് പറയുന്നതാണ് ആറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ മാസ് നമ്പർ എന്ന് പറയുന്നത് മാസ് നമ്പർ ഗീവ്സ് the number of proton and
ന്യൂട്രോൺ. ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും സമ്മാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗീവ്സ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ കേട്ടോ, ഗീവ്സ് ദ സം ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആണേ. ഗീവ്സ് ദ സം ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഗീവ്സ് ദ സം ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. അതായത് A ഈസ് ഈക്വൽ ടു P പ്ലസ് N. ഇത് എ എന്ന് പറയുന്നത് മാസ് നമ്പറാണ്. അവൻ്റെ വേറെ പേര് ആറ്റോമിക് മാസ് എന്നാണ്. ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും സമ്മാണ് ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാസ് നമ്പർ എന്ന് പറയുന്നത്. അടുത്ത ഡോട്ട് ഇട്ടിട്ട് എഴുതുക ആറ്റോമിക് നമ്പർ. ചോദിച്ചോ, ആരോ എന്തോ ചോദിക്കാൻ വന്നു, ചോദിച്ചോ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞ്? മാസ് നമ്പർ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിനകത്ത് ആരൊക്കെ ഉണ്ടടാ? ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുള്ളൂ? നമ്മൾ നേരത്തെ വരച്ചതിനകത്ത് ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? ന്യൂക്ലിയസിനകത്ത് രണ്ടാൾക്കാരെ നമ്മൾ വരച്ചായിരുന്നു, സിമ്പിൾ ചുമ്മാ ഇട്ടായിരുന്നു. റൗണ്ട് ആയിട്ട് വരച്ചല്ലേ? ആ അതേണ്ട, ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ ആരെയൊക്കെ വരച്ചു? എന്തുവാ സാറേ, അത് മാത്രം ഞാൻ എഴുതിയില്ല. എഴുത ന്യൂക്ലിയസിനകത്ത് ആരായിരിക്കുന്നത്? അയ്യോ, ഞാൻ വരച്ചേ ഉള്ളു. ന്യൂക്ലിയസിനകത്ത് ആരായിരിക്കുന്നത്? ഇപ്പൊ ഇത് നോക്കി പറ. പ്രോട്ടോണും ന്യൂട്രോണും. അപ്പം ആ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിനെയും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? അതാണ് നമ്മുടെ മാസ് നമ്പർ. മനസ്സിലായോ? ഇനി ആറ്റോമിക് നമ്പർ എന്ന് എഴുതുക. ആറ്റോമിക് നമ്പർ. ഞാൻ ഈ എഴുതുന്ന ഒരു സംഭവം പോലും നിങ്ങൾ എഴുതാതെ ഇരിക്കല്. ഇത് ഒരു സംഭവം പോയാൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ എല്ലാം നഷ്ടപ്പെട്ടു പോകും. എനിക്ക് ഈ ബേസിക്സ് പഠിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം എന്താ? നമ്മൾ നേരെ ഇത് ഈ ചാപ്റ്ററിനകത്തോട്ട് അങ്ങോട്ട് കയറിയാൽ മതി. പക്ഷേ ഈ ബേസിക്സ് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. 9ാം ക്ലാസ്സിലെ ബ്രഷപ്പാണ്. അതല്ലാതെ എക്സ്ട്രാ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു കാര്യം പോലും ഞാൻ ഈ വരയ്ക്കുന്നതും എഴുതുന്നതിനകത്ത് ഒരു ഡോട്ട് പോലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് എഴുതി തരുന്നത്. ഓക്കെ, എന്നിട്ട് ആറ്റോമിക് നമ്പർ എന്താണെന്ന് അറിയാമോ? ആറ്റോമിക് നമ്പർ ഗീവ്സ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ or number of neutron number of proton or number of electron. അതായത് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും സമ്മാണ്. എന്നാൽ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരു ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ട്, അഥവാ ഒരു ആറ്റത്തിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്. എപ്പോഴും ഒരു ആറ്റത്തിനകത്തെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എപ്പോഴും. ആറ്റത്തിനകത്തെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ആറ്റത്തിനകത്ത്. അതുകൊണ്ടാണ് ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയുന്നത്. അതിനകത്ത് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് എത്ര ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഈക്വൽ ആണ്. അതുകൊണ്ടാണ് അവരെ ന്യൂട്രൽ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിനകത്ത് നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, അതുകൂടെ എഴുതാം. അത് എഴുതിയിട്ട് ബാക്കി എഴുതിയെടുത്തോ? ഇത്രയും ശ്രേയ എഴുതിയോ? ശ്രേയ എഴുതി. ഓക്കെ, ഇനിയും നമുക്ക് അടുത്ത ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കണമെങ്കിൽ എപ്പോഴും ആറ്റോമിക് നമ്പർ മൈനസ് മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ചെയ്താൽ മതി. എ മൈനസ് ഇസഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസിനകത്ത് എത്ര ന്യൂട്രോൺ ഉണ്ടെന്ന് നമുക്ക് കിട്ടും.
ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത ഹെഡിങ് എഴുതേണ്ടത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു ഹെഡിങ് എഴുതുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു ഹെഡിങ് എഴുതുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ആറ്റത്തിന് ചുറ്റിനും കുറേ ആൾക്കാർ ഓടി നടക്കുന്നുണ്ടെന്ന്, ഇല്ലേ? അവരെയാണ് ഇലക്ട്രോൺ. എന്നാൽ കുറേ പാത്ത് വേസ് നമ്മൾ കാണിച്ചായിരുന്നു. ആദ്യം ഒരു വട്ടം, പിന്നെ അടുത്ത വട്ടം, അടുത്ത വട്ടം. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ സൂര്യന് ചുറ്റിനും പല ഓർബിറ്റിൽ പല ഡിസ്റ്റൻസിലാണ് പ്ലാനറ്റ്സ് കറങ്ങി നടക്കുന്നത്, ഇല്ലേ? അതിൽ മൂന്നാമത്തെ ഓർബിറ്റിൽ കറങ്ങി നടക്കുന്ന പ്ലാനറ്റിൻ്റെ പേരാണ് എർത്ത്. അതേപോലെ തന്നെ ഒരു ന്യൂക്ലിയസിന് ചുറ്റിനും കുറേ ആൾക്കാർ കറങ്ങി നടപ്പുണ്ട്. അപ്പം ഓരോ ഷെല്ലുകളിലും കറങ്ങി നടക്കേണ്ട ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഫിക്സ്ഡ് ആണ്. അതെങ്ങനെയാണെന്നുള്ളതാണ്. അതിപ്പം ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളിക്കണം, അതാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് it is the arrangement of electron in the respective shells around the nucleus. ഇപ്പൊ ജോയിൻ ചെയ്ത കുഞ്ഞിന്റെ പേര് ഒന്ന് പറഞ്ഞേ, റെസ്പോണ്ട് ചെയ്തേ കുഞ്ഞെ. എലീജ. എലീജ, നമ്മളിപ്പം ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പം ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കെമിസ്ട്രിയാണ് എടുക്കുന്നത്. കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഓൾറെഡി കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ മുതൽ ശ്രദ്ധിച്ചോളൂ. മനസ്സിലായില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വീഡിയോ ഉണ്ട്, അത് അയച്ചു തരാം. അത് മസ്റ്റായിട്ടും കാണുക കേട്ടോ. സാറിപ്പം ആദ്യത്തെ ചാപ്റ്ററിൽ തുടങ്ങുന്നത് കെമിക്കൽ റിയാക്ടിംഗ്. അതെ, തുടങ്ങിയില്ല. അതിന്റെ ബേസിക്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ. അപ്പം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസിന് ചുറ്റിനും ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിൽ ഒന്നാമത്തെ ഷെല്ലിനൊരു പേരുണ്ട്. അവനെ നമ്മൾ കെ ഷെൽ എന്ന് വിളിക്കും. നിങ്ങൾക്കത് അറിയാമായിരിക്കും. കെ ഷെല്ലിനകത്ത് മാക്സിമം 2 ഇലക്ട്രോൺ വരെ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാൻ അക്കോമഡേറ്റ്. എലീജ ആണെങ്കിൽ ഒരു ബുക്ക് എടുക്കുക കെമിസ്ട്രിയുടെ, അതായത് നമുക്കായിട്ട് കെമിസ്ട്രിക്കും ഫിസിക്സിനും ഒരു ബുക്ക് എടുക്കുക. എന്നിട്ട് ആ കെമിസ്ട്രിയുടെ ബുക്കിനകത്ത് ഒരു 2 പേജ് 2 or 3 പേജ് വിട്ടിട്ട് ഇവിടെ മൂലമുള്ളത് എഴുതിക്കോ. കേശൽ ക്യാൻ അക്കോമഡേറ്റ് maximum of 2 electrons. അടുത്ത ഷെല്ലിൻ്റെ പേരെന്ന് പറയുന്നത്, അടുത്ത ഷെല്ലിൻ്റെ പേര് എൽ ഷെല്ലാണ്. എൽ ഷെൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് മാക്സിമം നമുക്ക് 8 ഇലക്ട്രോൺസിനെ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ഷെല്ലിൻ്റെ പേര് എം ഷെൽ എന്നാണ്. അതിനകത്ത് നമുക്ക് മാക്സിമം 18 ഇലക്ട്രോൺസിനെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. എൻ ഷെൽ, അതിനകത്ത് മാക്സിമം നമുക്ക് ഒരു 32 ഇലക്ട്രോൺസിനെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് അത്രയും പറ്റും, അത്രയും തന്നെ നിറയ്ക്കണമെന്നൊന്നുമില്ല, മനസ്സിലായോ? മാക്സിമം നമുക്ക് അത്രയും വരെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ 1 ലിറ്റർ കുപ്പിക്കകത്ത് 1 ലിറ്റർ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നമുക്ക് ആവശ്യാനുസരണം പകുതി മതിയെങ്കിൽ പകുതി എടുക്കാം, 3/4 വേണേൽ 3/4 എടുക്കാം, 1/4 വേണേൽ 1/4 എടുക്കാം, അല്ലേ? അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ മാക്സിമം ഓരോ ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഒന്ന് എഴുതി കാണിക്കാം. ഇതിത്ര എഴുതിയെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ എഴുതി കാണിക്കാം. അൻകിത്ത് എഴുതിയോ? അൻകിത്ത്, അൻവിനൊക്കെ എഴുതിയോ? അദ്വൈത് സാറേ എഴുതി. ആ, അപ്പോൾ നമുക്ക് ഇനിയും ഞാൻ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ എഴുതാം. നമ്മളിപ്പം സോഡിയം എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? Na താഴെ 11 മുകളിൽ 23 എന്നാണ്.
അപ്പം അതിനർത്ഥം ഈ മോളിൽ തന്നിരിക്കുന്നത് മാസ് നമ്പറാണ്, അതിനെ എ എന്ന് പറഞ്ഞാണല്ലോ ഡിനോട്ട് ചെയ്യുന്നത്. എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് മാസ് നമ്പറാണ്. അപ്പം മാസ് നമ്പർ 23 തന്നിരിക്കുന്നത്. അതിനർത്ഥം എന്തുവാ? അതിനകത്തുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും സം എന്ന് പറയുന്നതാണ് 23. ഇനി ഇസഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ്. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ എഴുതുന്നതാണ്. താഴെ നമ്പർ 11 തന്നിരിക്കുന്നത്. അപ്പോൾ ആറ്റോമിക് നമ്പർ 11 ആണെങ്കിൽ അതിനർത്ഥം എന്താണെന്നറിയാമോ? അതിനകത്ത് 11 ഇലക്ട്രോൺസും അതേപോലെ തന്നെ 11 പ്രോട്ടോൺസും കാണുന്നതാണ്. അപ്പോൾ 11 പ്രോട്ടോണും 11 ഇലക്ട്രോണും കാണും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? 11 ഇലക്ട്രോൺസിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം നമുക്ക്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? നമുക്ക് കെ ഷെല്ലിനകത്ത് 2 ഇലക്ട്രോൺസ് പറ്റും. ഇപ്പോൾ 2 ഇലക്ട്രോൺസ് വന്നു. ഇനി ബാക്കി എത്രയും കൂടെ ഉണ്ട്? 9 ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യണം. അപ്പം എന്തായാലും അടുത്ത ഷെല്ലിനകത്തോട്ട് പോകും. എൽ ഷെല്ലിനകത്ത് നമുക്ക് മാക്സിമം 8 എണ്ണം വരെ പറ്റത്തുള്ളൂ. അപ്പോൾ 8 എണ്ണം കംപ്ലീറ്റ് അവിടെ കൊടുക്കാം. അപ്പോൾ മൊത്തം ഇപ്പോൾ 10 എണ്ണമായി. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടെ ഉള്ളൂ. അതിപ്പോൾ അടുത്ത ഷെല്ലിലോട്ട് പോകും. കെ എൽ എം. എം ഷെല്ലിനകത്ത് എത്ര കൊടുക്കാം? 1 ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആയിരിക്കും. അത് അങ്ങോട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഞാൻ തരാം. ഞാൻ ഹോംവർക്കായിട്ട് തരാൻ പോകുന്നതാണ് ഇതൊക്കെ. ഇതിൻ്റെ ഇതിൽ എഴുതുന്നത് ഒരു 3-4 എണ്ണം കാണിക്കും, ബാക്കിയുള്ളതെല്ലാം എഴുതി കാണിക്കും. 20 എണ്ണം വരെ. അടുത്ത നമുക്ക് ക്ലോറിൻ വേണമെങ്കിൽ നോക്കാം. ക്ലോറിൻ 17, 30. സാറേ എഴുതിയില്ല, അത് എഴുതിക്കൊണ്ടിരിക്കും. എഴുതിക്കോ. കഴിഞ്ഞെങ്കിൽ പറയണേ. കഴിഞ്ഞു. ഓക്കെ. ഇനി അടുത്ത ഞാൻ ക്ലോറിൻ എഴുതുകയാണ്. ക്ലോറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്ന അറിയാലോ, എക്സ്, എ, ഇസഡ്. അപ്പം എക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സിമ്പലാണ്. ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം സിമ്പൽ CL ആണ്. അതിൻ്റെ മാസ് നമ്പർ മുകളിൽ കൊടുത്തിരിക്കുന്നത് 35. അതിനകത്ത് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കൂടെ പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണവും കൂടെ കൂട്ടുമ്പോൾ 35 വരും എന്നുള്ളതാണ്. ആറ്റോമിക് നമ്പർ 17. അപ്പം നമുക്ക് ഇത് എഴുതാം. അതായത് എ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 35. ഇസഡ് ആറ്റോമിക് നമ്പർ അത് എത്രയാണ്? 17. ഇസഡ് 17 എന്ന് പറഞ്ഞാൽ അതിനകത്ത് അർത്ഥം എന്തുവാ? അതിനകത്ത് പ്രോട്ടോണിൻ്റെ എണ്ണവും 17, ഇലക്ട്രോണിൻ്റെ എണ്ണവും 17 അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? കോൺഫിഗറേഷൻ നമുക്കറിയാം. കെ ഷെല്ലിൽ എൽ ഷെല്ല്, എം ഷെല്ല്, 3 ഷെല്ല് പറ്റത്തുള്ളതായിരിക്കും. നമുക്ക് നോക്കാം. കെ ഷെല്ലിൽ മാക്സിമം 2 കൊടുത്തു. ഇനി എത്ര ഇലക്ട്രോൺസ്? മൊത്തം 17 എണ്ണം ഉണ്ട്. 2 എണ്ണം വന്നു. അടുത്തതിനകത്ത് എത്ര? അൻകിത് പറഞ്ഞു. അൻകിത് 8. ഇനി അടുത്തതിനകത്ത് എത്ര വരണം? 7. 7. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പം ഒരു ഷെല്ലിന് ചുറ്റിനും ഒരു ന്യൂക്ലിയസിന് ചുറ്റിനുമുള്ള ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വെച്ച് അറേഞ്ച് ചെയ്യപ്പെടുന്നു എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ബാലൻസി എന്ന് പറയുന്നൊരു ടോപ്പിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക്സ് കഴിഞ്ഞു. ഇനി ബേസിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ഞാൻ തരും. അത് നിങ്ങൾ എഴുതണം. കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്ത് കാണിക്കും. ഇപ്പോൾ നമുക്ക് 8 മണി വരെ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇന്ന് ഞാൻ ആ ടോപ്പിക് കൂടെ പഠിപ്പിക്കാം. എന്നിട്ട് അടുത്ത ദിവസം കുറേ ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് കയറുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. അതും കൂടെ എഴുതിപ്പിച്ചിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് കയറാം. അപ്പം ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ. ഇനിയും അടുത്ത ഹെഡിങ് എഴുതേണ്ടത് വാലൻസി എന്നൊരു ഹെഡിങ് എഴുതിയത്. വാലൻസി എന്നൊരു ഹെഡിങ് എഴുതുക. ആൻ ആറ്റം. വാലൻസി എന്ന് പറയുമ്പോൾ എഴുതേണ്ടത് ആൻ ആറ്റം ഓഫ് ഈച്ച് എലമെന്റ്. ആൻ ആറ്റം ഓഫ് ഈച്ച് എലമെന്റ് ഹാസ് definite combining capacity
and is known as its valency, and is known as its valency. അത് ഡെഫിനിഷൻ കാണാതെ പഠിക്കുക. എന്നിട്ട് ലോജിക്കലി ഡെഫിനിഷൻ ഒന്നും ചോദിക്കില്ല കേട്ടോ, ഡെഫിനിഷൻ എന്നാലും കാണാതെ പഠിച്ചോളൂ. പക്ഷെ ലോജിക്കലി വാലൻസി എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർ പറയുന്നത് കമ്പൈനിങ് കപ്പാസിറ്റി. ഇപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കറിയുപ്പ് മീൻസ് ഉപ്പ് എന്ന് പറയുന്നത് NaCl. അതിനർത്ഥം അത് Na എന്ന് പറയുന്ന എലമെൻറ്റും Cl എന്ന് പറയുന്ന എലമെൻറ്റും കൂടെ ഒരു അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ബോണ്ടുണ്ട്. ആ ബോണ്ടിൽ അത് നിങ്ങൾ പഠിക്കും. ബോണ്ടിൽ ഏർപ്പെട്ടിട്ടാണ് അവർ NaCl എന്ന് പറയുന്ന ഇതുണ്ടായത്. Na എന്ന് പറയുന്ന ആൾ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ആളാണ്. Cl എന്ന് പറയുന്ന ആൾ അതിലും ഡേഞ്ചർ ആയിട്ടുള്ള ആളാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ. പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ കണ്ടോ NaCl എന്ന് പറയുന്ന ആളുണ്ടായി. അത് നമ്മൾ കഴിക്കുന്നു. ഇത് ഒറ്റയ്ക്ക് ഇരുന്നാൽ സോഡിയം വായിപ്പോയാൽ വിഷമാണ്, ക്ലോറിൻ വായിപ്പോയാൽ വിഷമാണ്, മനസ്സിലായി. പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിക്കുമ്പോൾ NaCl എന്ന് പറയുന്ന ആളുണ്ടാകുന്നു. അപ്പം എങ്ങനെ രണ്ട് എലമെൻറ്റ് ഒരുമിക്കുന്നു, ആ ഒരുമിക്കുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. തൽക്കാലം ലോജിക്കലി ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. പക്ഷേ എഴുതുന്ന സമയത്ത് അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ നോട്ട് ഇങ്ങനെ എഴുതിയെടുക്കുക. ഇനി ഒരു കാര്യം കൂടി എഴുതുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നൊരു ഹെഡിങ് കൂടെ എഴുതുക. സ്കൂളിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്നും പഠിപ്പിക്കത്തില്ല, പക്ഷെ ഓക്സിഡേഷൻ സ്റ്റേറ്റും ബാലൻസിയും രണ്ടും ഏകദേശം സെയിം സാധനം തന്നെയാണ്. എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്സിഡേഷൻ സ്റ്റേറ്റ്, it refers to the number of electrons an element in a particular compound has gained or lost. അതായത് ഒരു എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റേ എലമെൻറ്റ് എത്ര ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്നു, ലോസ് ചെയ്യുന്നു. അപ്പം ഒരാൾ ഗെയിൻ ചെയ്യുന്നത് മറ്റേ ആൾ ലോസ് ചെയ്യും, മറ്റേ ആൾ ലോസ് ചെയ്യുന്നത് ഇയാൾ ഗെയിൻ ചെയ്യും. ഇപ്പം ഒരു ഉദാഹരണം പറയാം. അതായത് നമ്മളൊക്കെ കടയിൽ പോകുന്നത് എന്തിനാണ്? നമ്മളൊക്കെ കടയിൽ ഇപ്പം ഞാൻ പച്ചക്കറി കടയിൽ പോവാണ്. അപ്പം എനിക്ക് ഉരുളക്കിഴങ്ങ് വേണം. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? എനിക്ക് ആവശ്യമുള്ള സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് മേടിക്കും, അവിടുത്തെ സാധനം തീരും. അപ്പം അവിടുത്തെ സാധനം എനിക്കിപ്പോൾ 1 കിലോ ആണ് ഉരുളക്കിഴങ്ങാണോ വേണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1 ചാക്ക് ഉരുളക്കിഴങ്ങാണോ വേണ്ടെങ്കിൽ, ഞാൻ 1 ചാക്ക് ഉരുളക്കിഴങ്ങ് അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എനിക്ക് 1 ചാക്ക് ഉരുളക്കിഴങ്ങ് കിട്ടുകയും ചെയ്യും, ഞാൻ ഗെയിൻ ചെയ്യും. അവിടെ 1 ചാക്ക് ഉരുളക്കിഴങ്ങ് ലോസ് ചെയ്യും. അങ്ങനെ ഏത് കടയിൽ പോലും, ഇപ്പം സ്വർണ്ണക്കടയിൽ പോവാം, സ്വർണ്ണക്കടയിൽ പോയിട്ട് ഞാൻ അവിടെ ഒരു 5000 പവനുള്ള ഒരു സ്വർണ്ണക്കടയാണെന്ന് വിചാരിച്ചോ. ഞാൻ പോയിട്ട് ചിലപ്പോൾ എൻ്റെ ഒരു വിവാഹമായിരിക്കും, അപ്പോൾ എൻ്റെ വിവാഹത്തിന് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലാരുടെ വിവാഹമായിരിക്കും, ഞാൻ പോകുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വിവാഹമായിരിക്കും. അപ്പോൾ ഞാൻ പോയിട്ട് അവിടെ നിന്ന് 2 പവൻ എടുക്കുകയാണ്. അപ്പോൾ 5000-ന് 2 പവൻ കുറഞ്ഞു. ഞാനത് ഗെയിൻ ചെയ്തു, അവരത് ലോസ് ചെയ്തു. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എലമെൻറ്റിൽ നടന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുക. അതും ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ലോജിക്കലി അത് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. തൽക്കാലം എഴുതിയിട്ട് അടുത്ത ക്ലാസ്സിൻ്റെ സമയത്ത് നമ്മളത് എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു തരും. എന്നിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് അടുത്ത കാര്യം എഴുതുക. അയോൺസ് ഫോംഡ് ബൈ ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ are known as anion. നിങ്ങളിതൊക്കെ പഠിച്ചിട്ടുണ്ടാവും, എന്നാലും ഒന്ന് ബ്രഷ് ചെയ്യാണ്. ദാറ്റ് ഈസ് എന്നുള്ളതിന് IE നിട്ടാൽ മതി കേട്ടോ. ദാറ്റ് ഈസ് എന്നാണ് അതിനർത്ഥം. That is, they are negatively charged. നിങ്ങൾ Cl1- എന്നും അതേപോലെ തന്നെ എന്താണ് F- എന്നും O2- എന്നും ഒക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെയാണ് ഈ ആനിയോൺസ് എന്ന് പറയുന്നത്. ഇനിയും അതേപോലെ തന്നെ അയോൺസ് ഫോംഡ് ബൈ loss of electron are known as gain of electron, anions, loss of electron are known as cations.
എന്നിട്ട് ഇത് ഓർത്ത് വെക്കാൻ ഒരു ടെക്നിക്കുണ്ട്. കാറ്റയോണിനകത്ത് ടി ഒരു കുരിശായിട്ട് വരയ്ക്കുക. കാറ്റ് അയോൺ കണ്ടോ. അപ്പം ആ കാറ്റിയോണിന് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ആൾക്കാരെയാണ് കാറ്റിയോൺ എന്ന് പറയുന്നത്. കാരണം ആ കുരിശ് അങ്ങ് ഓർത്താൽ മതി. ഓക്കെ. ആനിയോൺ എന്ന് പറയുന്ന സമയത്ത് നോക്കിക്കോളൂ, എന്നും കൂടെ എന്താക്കുക, എൻ ഇച്ചിരി വലുതായിട്ട് വരയ്ക്കുക. ANION നോക്കിക്കോ. ആനിയോണിൻ്റെ എൻ എന്ന് പറയുമ്പോൾ എന്താ, നെഗറ്റീവിൻ്റെ എൻ തന്നെയാണ് ആനിയോണിൻ്റെ എന്നും എന്നങ്ങ് ഓർത്താൽ മതി. നെഗറ്റീവ് ചാർജ്. അപ്പോൾ നമുക്ക് കൺഫ്യൂസ് ആകത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലർക്ക് എല്ലാവർക്കും കാറ്റിയോണും ആനിയോണും ഒക്കെ പഠിച്ചാലും തെറ്റിപ്പോകാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഇത്രയും കൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നാളെ ഈ ആനിയോൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, കാറ്റിയോൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കും. നാളെ മീൻസ് അടുത്ത ക്ലാസ് എന്താണെന്ന് ഞാൻ പറയാം. ഞാനൊരു ഫിക്സഡ് ടൈം ടേബിൾ ഞാൻ തരാം. അതിനനുസരിച്ച് ഓൺലൈൻ സെഷനിൽ കയറുക. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ഇൻഡിവിജ്വലായിട്ട് റെസ്പോണ്ട് ചെയ്യണം. ശ്രേയ ഓക്കെ ആണോ? ഇത്രയും പഠിപ്പിച്ചത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഓക്കെ ആണ്. ഓക്കെ ആണ്. അക്ഷിത ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. അൻവിൻ ഓക്കെ ആണോടാ? ഓക്കെ ഓക്കെ ഓക്കെ. അർച്ചിത ഓക്കെ. ഓക്കെ. എലീജ എന്തെങ്കിലും മനസ്സിലായോ? നമ്മൾ ഈ ലാസ്റ്റ് ആയിട്ട് കയറിയോണ്ട് എലീജ അതെ സാറേ. ആകുന്നുണ്ട്. ഓക്കെ. അദ്വൈത് ഓക്കെ ആണോ? അദ്വൈത്, അൻകിത്ത് ഓക്കെ സാറേ. ഓക്കെ സാർ. ഓക്കെ സാർ. ഓക്കെ. എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും റെക്കോർഡഡ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ പറയുക, സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ അത് കാണാൻ പറ്റും. യൂട്യൂബ് ലിങ്ക് ആണ്, അത് സെൻഡ് ചെയ്ത് തരാം. ഈ സെയിം ക്ലാസ്